ഹായ് ഓൾ. അപ്പോൾ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള മത്സരം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യ 193 റൺസാണ് നിശ്ചിത 20 ഓവറിൽ നേടിയത്. ആ, തുടർന്ന് ബാറ്റ് ചെയ്ത നെതർലാൻഡ്സിനാകട്ടെ 176 റൺസിന് തിരിച്ചടിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇന്ത്യ അങ്ങനെ കളി ജയിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും മാച്ച് വിശകലനം ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് ഇന്ത്യക്ക് ക്ലിക്കായില്ല എന്ന് വേണം കരുതാൻ. തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് പതറി. വീണ്ടും അഭിഷേക് ശർമ്മ 0-ൽ ഔട്ടായിരിക്കുകയാണ്. ഇന്ന് ഫേസ് ചെയ്തത് വെറും 3 പന്തുകളാണ്. മൂന്നാമത്തെ ബോൾ ഔട്ടാവുകയാണ് ഉണ്ടായത്. സ്റ്റമ്പ് തെറിപ്പിക്കുകയായിരുന്നു. ദത്ത് എന്ന ഒരു സ്പിന്നറാണ് ഇപ്രാവശ്യം വിക്കറ്റ് എടുത്തിരിക്കുന്നത് അഭിഷേക് ശർമ്മ ഇങ്ങനെ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് T20 വേൾഡ് കപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇതുവരെയായും തന്നെ അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് ഒരു റണ്ണ് പോലും വേൾഡ് കപ്പിൽ പിറന്നില്ല. 3 മത്സരങ്ങളാണ് അഭിഷേക് ശർമ്മ കളിച്ചത്. അതിൽ 3ലും ഡക്കാണ്. ഒരു കളി കളിക്കാനും സാധിച്ചില്ല പരിക്ക് കാരണം. അങ്ങനെയാണ് അഭിഷേക് ശർമ്മയുടെ സ്ഥിതി. പക്ഷെ ബാക്കിയുള്ളത് തിലകും സൂര്യയുമാണ് അതിനുശേഷം വന്നത്. ഇഷാൻ കിഷൻ്റെ ഇന്നത്തെ ഔട്ട് ഒരു നിർഭാഗ്യകരം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ തിലകും സൂര്യയും വളരെ സ്ലോ ആയിട്ടാണ് കളിച്ചത്. തിലക് പവർ പ്ലേ ഓവേഴ്സിൽ തന്നെ വരികയും അത് കൃത്യമായി യൂസ് ചെയ്യുന്നതിൽ തിലക് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് T20 വേൾഡ് കപ്പിൽ കാണുന്നത്. പുള്ളി ഇഞ്ചുറിക്ക് ശേഷം പുള്ളിയുടെ പെർഫോമൻസിൽ നല്ലൊരു ഇടിവ് വന്നിട്ട് ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. 31 റൺസാണ് 27 പന്തിൽ നിന്നും തിലക് നേടിയിരിക്കുന്നത്. സൂര്യയും അപ്പുറമുണ്ട്. ക്യാപ്റ്റൻ ഒരു സൈഡിലിരിക്കുമ്പോൾ ഒരു സൈഡിൽ അറ്റാക്ക് ചെയ്യേണ്ടത് എന്തായാലും നിർബന്ധമാണ്. പക്ഷേ അത് സാധിച്ചില്ല. പിന്നെ വന്ന ദുബൈയാണ് നന്നായി കളിച്ചത്. ദുബൈ 66 റൺസ് 33 പന്തിൽ നിന്നും നേടിയിരുന്നു. ദുബൈയാണ് ഇന്ത്യക്ക് ഒരു നല്ല ടോട്ടൽ ഉണ്ടായി കൊടുത്തത്. 193 റൺസ് എന്ന ടോട്ടൽ ദുബൈയുടെ പെർഫോമൻസിൽ നിന്നാണ് പിറന്നത്. ഇത് ദുബൈയിൽ നിന്ന് പെർഫോം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ തോറ്റേനെ. കാരണം പിന്തുടർന്നെത്തിയ അവർ 176 റൺസ് വരെ നേടാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മത്സരം ക്രൂഷ്യലാണ്. അടുത്ത സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരമാണ് വരാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ ഇനിയിപ്പോൾ അഭിഷേകിനെ ഇറക്കുന്നതിനോട് എന്താണ് ടീം മാനേജ്മെൻറ്റ് തീരുമാനിക്കുക എന്നറിയില്ല. കാരണം അടുപ്പിച്ച് 3 ഡക്കയായിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും അഭിഷേകിനെ പുറത്താക്കുക നല്ലൊരു തീരുമാനമല്ല. പക്ഷേ വേണമെങ്കിൽ ടീമിനെ മാനേജ്മെൻറ്റിന് സഞ്ജു സാംസണെ പരിഗണിക്കാം. കാരണം സഞ്ജുവിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ സൂപ്പർ 8-ലെ ഫസ്റ്റ് മത്സരം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.